നമുക്ക് ആക്ച്വലി നമുക്ക് വിധിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? വിധിച്ചു എല്ലാരും കൂടെ. സോറി, തലയ്ക്ക് നല്ല സുഖമില്ല. ചേർത്ത് പിടിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ്. പ്ലീസ് ഡോണ്ട് ഗോ. നോ, നിങ്ങളെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതലയോടെ എനിക്കുണ്ട്. ഇവിടെയാണ് നമ്മളിത് പുരുഷനും സ്ത്രീയായി നിന്നൊരു ജെൻഡർ വാർ അല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അവസാനിപ്പിക്കുകയാണ്. സാറിന്റെ ഈ ചാനലിൽ വെറുതെ ഒരു പോൾ എടുത്തു നോക്കുക. പുരുഷ കമ്മീഷൻ വേണമെന്ന്, മെൻസ് കമ്മീഷൻ വേണമെന്ന്. ഇന്ന് രാജ്യസഭയിലും കേരളത്തിലും അടക്കം 90% ആൾക്കാരും പറയും ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. ആ ആവശ്യം പറയുന്നത് കേട്ടിട്ടല്ല. അതാണ് ജനാധിപത്യം മാഡം. ഒന്നാമത്തെ കാര്യം, അക്യൂസ്ഡ് ആയിട്ടുള്ള ആ സ്ത്രീയുടെ പേര് പറയാതിരിക്കുക. അവര് കംപ്ലൈന്റ് എല്ലാവരുടെയും മുൻപിൽ ഏട്ടനെ മോശക്കാരനാക്കിയിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. ഈ തള്ള എന്താണ് പറയുന്നത്? പരാതിക്കാരിയും കൂടിയാണ്. അതെ, അവര് എന്നാൽ ഈ കേസിലെ അതിജീവിതയെ കുറിച്ച് പറയൂ. ബാക്കി എന്താ വേണ്ട, കാലി ഡോക്ടർ സുന്ദരസുണ്ട് വേണ്ട. കേസിലെ അതിജീവിത അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ നേരെ സെക്ഷൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അവര് കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാ. അപ്പൊ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു യുവതിക്ക് നേരെ അല്ലെങ്കിൽ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അത് ആര് കൂടെ ഉണ്ടെന്നൊന്നും നമ്മൾ നോക്കത്തില്ല. ഇതിപ്പോ ദീപകിന് സംഭവിച്ചത് ദീപകിന് നീതി കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് മനസാക്ഷിയുള്ള ഒത്തിരി ലേഡീസ് ഇവിടെ ഉണ്ട്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്, പക്ഷെ ആ സ്ത്രീകൾ തന്നെ അപ്പൊ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ആ ശക്തമാണ്. ഇതിലെ മിസ്യൂസിന് എതിരെയുള്ള നടപടികളും ശക്തമാക്കണമെന്ന് മാത്രമേ അവരുടെ അഭിപ്രായമുള്ളത്. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ആ വീഡിയോ നമ്മൾ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കും. ഇവർ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ നോക്കുന്ന സമയത്ത് അയാളിൽ ഒരു ഭാവവ്യത്യാസവും കാണുന്നില്ല. ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്ന പറഞ്ഞ പോലെ മൂവ്മെന്റ് മനസ്സിലാവുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു മൂവ്മെന്റും അവിടെ ഇല്ലായിരുന്നു. എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എവിഡൻസ് ഇല്ല എന്നാ പറഞ്ഞത്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടി ഷിംജിതയെ നമ്മളിപ്പോ മനസ്സിലാക്കിയിടത്തോളം നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ, എല്ലാ കഴിവുമുള്ള ഒരു നല്ല വിദ്യാഭ്യാസം ആ സ്ത്രീക്ക് അപ്പം തന്നെ പ്രതികരിക്കാമായിരുന്നു. വിവരക്കേട് പറയാതെ സ്ത്രീയെ. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ആൾക്കാരെ ട്രെയിൻ ചെയ്യണം, റെസ്പോൺസിബിൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. ഈ പറയുന്ന ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടും അൺനെസസറി ഒരു റീച്ചിന് വേണ്ടിയിട്ടും ഡോണ്ട് റിസ്ക് എനിബഡീസ് ലൈഫ്. ബാക്കിയുള്ളവരുടെ പ്രൈവസിയും കുറച്ചൊന്ന് മാനിക്കണം. എല്ലാവരും നമ്മുടെ അടുത്ത തലമുറ ഫേസിങ് സിറ്റുവേഷൻസും കൂടി ഒന്ന് എക്യുപ്പ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി പ്ലേസ് ചെയ്യാം.